viewers, welcome back to Mayflower. Today we are discussing a chapter, A Study in Emerald by Neil Gaiman. It is a chapter that is included in the AEC paper, English Language for Skills, second seminar. AEC സയൻസിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ് എ സ്റ്റഡി ഇൻ എമറാൾഡ്. ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. ഈ കഥയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ നീൽ ഗെയ്മാൻ. Here, the narrator reflects a past experience in Afghanistan and was wounded physically and mentally. ഇവിടെ നരേറ്റർ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലുള്ള സമയത്ത് അദ്ദേഹത്തിന് ഷോൾഡറിൽ ഒരു ആഴത്തിലുള്ള മുറിവ് പറ്റുന്നു. അങ്ങനെ മാനസികമായും ശാരീരികമായും മുറിവേൽക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഓർക്കുന്നു. And he describes the savage Afghan people and the horrors of their deeds. അദ്ദേഹം ആ സംസ്കാരശൂന്യരായ അഫ്ഗാൻ ജനതയെ ഓർക്കുന്നു. അതായത് അദ്ദേഹത്തെ മുറിവേൽപ്പിച്ച, മാനസികമായും ശാരീരികമായും മുറിവേൽപ്പിച്ച അഫ്ഗാൻ ജനതയെ ഓർക്കുന്നു. ആൻഡ് അവരുടെ ആ ഒരു ആക്രമണത്തിൻ്റെ ഭീതിയും അദ്ദേഹം ഓർമ്മിക്കുന്നു. And he was deeply wounded in his shoulder and he finds comfort in the foggy and dark streets of London. അങ്ങനെ ഷോൾഡറിൽ ആഴത്തിൽ മുറിവേറ്റ അദ്ദേഹം ലണ്ടനിലെ മഞ്ഞ് നിറഞ്ഞ മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ലണ്ടൻ തെരുവോരത്ത് ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ആ നടത്തത്തിലൂടെ അദ്ദേഹം ആശ്വാസം കണ്ടെത്തുന്നു. ആൻഡ് ഹി മീറ്റ്സ് എ ഡിറ്റക്റ്റീവ് ഹാവിങ് ഇറഗുലർ അവേഴ്സ് ആൻഡ് സീക്രട്ട് പ്രാക്ടീസസ്. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവിനെ കണ്ടുമുട്ടുന്നു. ഒരു ചങ്ങാതിയായിട്ടാണ് അദ്ദേഹം ആദ്യം കണ്ടുമുട്ടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൊക്കെ അസ്വാഭാവികതകൾ കാണുന്നു. ആൻഡ് ദേ ഷെയർ ലോഡ്ജിങ് ഇൻ ബേക്കർ സ്ട്രീറ്റ്. അങ്ങനെ അവർ ചങ്ങാതിമാരെ ഓരോ ദിവസം കണ്ടുമുട്ടുന്നതിനിടയ്ക്ക് ബേക്കർ സ്ട്രീറ്റിൽ അവർ ഒരുമിച്ച് താമസിക്കുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മിസ്റ്റീരിയസ് പ്രൊഫഷൻ ആൻഡ് സ്ട്രേഞ്ച് വിസിറ്റേഴ്സ് ഇൻക്രീസ്ഡ് ദ നരേറ്റേഴ്സ് ക്യൂരിയോസിറ്റി. ഈ ചങ്ങാതിയുടെ ഇറഗുലർ അവേഴ്സാണ്. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതൊക്കെ സമയം കെട്ട സമയങ്ങളിലാണ്. അതേപോലെ തന്നെ ഒരുപാട് വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ അപരിചിതരായിട്ടുള്ള വിസിറ്റേഴ്സ് അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ നരേറ്റർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. കാരണം ഇയാൾക്ക് എന്താ പ്രൊഫഷൻ എന്നറിയില്ല. അതേപോലെ തന്നെ കുറേ ആളുകൾ, പരിചയമല്ലാത്ത ആളുകളൊക്കെ ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംശയം തോന്നുന്നു. എന്നാൽ ഇവരൊരുമിച്ച് ബേക്കർ സ്ട്രീറ്റിൽ താമസിക്കുന്നു. And while they are eating breakfast, he announces that a visitor will come soon within 4 minutes. അങ്ങനെ അവർ ഭക്ഷണം ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് പറയുന്നു 4 മിനിറ്റിനുള്ളിൽ ഇവിടെ ഒരു വിസിറ്റർ എത്തും എന്ന് പറയുന്നു. ആൻഡ് ദർ വാസ് നോ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് സച്ച് ആസ് എ ടെലഗ്രാം ഓർ മെസ്സേജസ്. ആ കാലഘട്ടത്തിൽ അവിടെ ടെലഗ്രാം ഇല്ല, അതേപോലെ തന്നെ മെസ്സേജ് പാസ് ചെയ്യാനുള്ള യാതൊരു സംവിധാനവും ഇല്ലാത്ത സമയത്താണ് നമ്മുടെ ഡിറ്റക്റ്റീവ് പറയുന്നത് 4 മിനിറ്റിനുള്ളിൽ അവിടെ ഒരു സന്ദർശകൻ എത്തുമെന്നുള്ള കാര്യം. ആൻഡ് ദ വിസിറ്റർ റീച്ച്ഡ് ദെയർ. അദ്ദേഹം പറഞ്ഞ് 4 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു വിസിറ്റർ അവിടെ എത്തുന്നു. ആൻഡ് 4 മിനിറ്റ്സ് ആർ നീഡഡ് ടു റീച്ച് ദാറ്റ് പ്ലേസ് ഫ്രം ദ ബേക്കർ സ്ട്രീറ്റ്. ആ ബേക്കർ സ്ട്രീറ്റിൽ നിന്നും ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ട സമയം 4 മിനിറ്റാണ്. ആൻഡ് ഹി ഹാഡ് ഹേർഡ് the sound of a brougham, a type of horse-drawn carriage indicating the identification of locality by the car driver. ഈ ഒരു സമയം, കൃത്യസമയം 4 മിനിറ്റ് എന്ന് പറയാൻ കാരണം ഒരു കുതിരവണ്ടി അതിലേക്കൂടെ പാസ് ചെയ്യുന്നത് അദ്ദേഹം കേട്ടു. അപ്പോൾ കുതിരവണ്ടിയുടെ ആ ഒരു മണിയൊച്ച, ആ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് ആ വണ്ടി ഒന്ന് സ്ലോ ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. കാരണം ആ ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ആ വീട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാർ ഡ്രൈവർ, ആ കുതിരവണ്ടിക്കാരൻ വണ്ടി ഒന്ന് സ്ലോ ആക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഇതാണ് വീടെന്ന് കണ്ടുപിടിച്ചിട്ട് ഏകദേശം കറക്റ്റ് 4 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുന്നത്. അതാണ് ഈ ഡിറ്റക്റ്റീവ്. അത്രത്തോളം അദ്ദേഹം പ്രാവീണ്യമുള്ള മനുഷ്യനാണ്. ആൻഡ് ദ വിസിറ്റ് വാസ് ലസ്ട്രേറ്റ്, എ പോലീസ് ഇൻസ്പെക്ടർ. അവിടെ സന്ദർശകൻ എത്തുന്നു. ആ സന്ദർശകൻ ഒരു പോലീസ് ഓഫീസറാണ്, പോലീസ് ഇൻസ്പെക്ടറാണ്. ലെസ്ട്രേറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആൻഡ് ഹി സജസ്റ്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് എ ലൊക്കേഷൻ ഇൻ ഷോർഡിച്ച്, എ പാർട്ട് ഓഫ് ലണ്ടൻ. അവിടെ എത്തുന്ന ലെസ്ട്രേറ്റ് പറയുന്നു
ഷോർഡിച്ച് എന്ന സ്ഥലത്ത്, ഷോർഡിച്ചിലെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം, അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് അവിടെ ഡിറ്റക്റ്റീവിനോട് പറയും. ആൻഡ് ദ ഡിറ്റക്റ്റീവ് ഡസൻറ്റ് ടേക്ക് കേസസ് ഡയറക്റ്റ്ലി, ഇൻസ്റ്റഡ് കൺസൾട്ട്സ്. നമ്മുടെ ഡിറ്റക്റ്റീവിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഡയറക്റ്റായിട്ട് കേസുകളൊന്നും എടുക്കില്ല, മറിച്ച് പോലീസ് ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ഹെൽപ്പറായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ദ പോലീസ് ഓഫീസേഴ്സ് ആൻഡ് അതർ ഡിറ്റക്റ്റീവ്സ് ഹൂ നീഡ് ഹിസ് ഹെൽപ്പ്. അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യമുള്ള ഒരു പോലീസ് ഓഫീസേഴ്സാണ്, അതേപോലെ തന്നെ മറ്റ് ഡിറ്റക്റ്റീവുകളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. And the narrator and the detective walk through St. Giles and the narrator feels the dangerous condition of the area. അങ്ങനെ നറേറ്ററും നമ്മുടെ ഡിറ്റക്റ്റീവും കൂടി സെൻറ്റ് ഗൈൽസ് എന്ന സ്ഥലത്തു കൂടി നടക്കുന്നു. ആ ഒരു സ്ഥലം കുറച്ച് പ്രോബ്ലമാറ്റിക് ഏരിയ ആണ്. ഈ സമയത്ത് നമ്മുടെ നറേറ്റർക്ക് ഒരു പേടി തോന്നി. ആൻഡ് ദേ ഡിസൈഡഡ് ടു വർക്ക് ടുഗദർ. അവർ ഒരുമിച്ച് ബേക്കർ സ്ട്രീറ്റിൽ താമസിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നറേറ്ററും ഡിറ്റക്റ്റീവിൻ്റെ കൂടെ കൂടുന്നു. അദ്ദേഹം പറയുന്നു, നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ആൻഡ് ദേ റീച്ച് അറ്റ് എ ചീപ്പ് റൺ ഡൗൺ റൂമിംഗ് ഹൗസ് ഇൻ ഷോർഡിച്ച് വേർ ദ മർഡർ ഹാസ് ടേക്കൺ പ്ലേസ്. അങ്ങനെ അവർ നടന്ന് ഷോർഡിച്ചിലെ ഒരു വില കുറഞ്ഞ, അല്ലെങ്കിൽ എന്താണ്, തീരെ അധികം പോഷല്ലാത്ത ഒരു ഏരിയ, ഒരു ചേരി പ്രദേശം പോലെയുള്ള ഒരു ഏരിയയിലെത്തുന്നു. അവിടെയാണ് ഈ കൊലപാതകം നടന്നത്. And the detective carefully examines the mud on the wrought iron wood scraper using a magnifying glass. അവിടെ എത്തുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് അതിൻ്റെ മൂലയിൽ ഒരു ചെറിയ കുറച്ച് ചളി കാണുന്നു. ആ ചളി അദ്ദേഹം ലുക്കിംഗ് ഗ്ലാസ് ഉപയോഗിച്ച് അതിലൂടെ നോക്കുന്നു, നല്ലതുപോലെ നിരീക്ഷിക്കുകയാണ്. ആൻഡ് ഹി പോക്സ് അറ്റ് ദ മഡ് വിത്ത് ഹിസ് ഫിംഗേഴ്സ് ആൻഡ് ഇറ്റ് ഷോസ് ഹിസ് കീൻ ഒബ്സർവേഷൻ. അദ്ദേഹം ആ ചെളി, ആ മണ്ണ് കൈകൊണ്ടെടുത്ത് പൊടിച്ച് നോക്കുന്നു, എന്നിട്ട് അത് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട്. ആൻഡ് ദ വിക്ടിംസ് ബോഡി ഈസ് ബ്രൂട്ടലി മ്യൂട്ടിലേറ്റഡ് ആൻഡ് ദ ഗ്രീൻ ബ്ലഡ് ഈസ് സ്കാറ്റേർഡ് എവറിവെയർ ഓൺ ദ ഫ്ലോർ, വാൾസ് ആൻഡ് ദ ഫർണിച്ചർ. ആ റൂമിലെത്തുന്ന അദ്ദേഹം അവിടെ കാണുന്നത് ഒരു മനുഷ്യൻ്റെ ബോഡി വളരെ ക്രൂരമായ രീതിയിൽ കട്ട് ചെയ്യപ്പെട്ടിട്ടാണുള്ളത്. അതേപോലെ തന്നെ ആ ഗ്രീൻ ബ്ലഡ് അവിടെ ഫേർണിച്ചറിലും ഭിത്തിയിലും നിലത്തും ഒക്കെ ഇങ്ങനെ തെറിച്ചതായിട്ട് കാണും. ആൻഡ് ഹീ കമ്പാസസ് ഇറ്റ് വിത്ത് ഹിസ് ലുക്കിംഗ് ഗ്ലാസ് ആൻഡ് ഇറ്റ് ഷോസ് എ ഗ്രൂസം പിക്ചർ. വളരെ ക്രൂരമായിട്ടുള്ള ഒരു ചിത്രം പോലെ തോന്നുന്നു. അത്രത്തോളം ക്രൂരമായ രീതിയിലാണ് ആ കൊലപാതകം നടന്നിട്ടുള്ളത്. ആൻഡ് ദേ ക്യാൻ സീ ദ വേർഡ്സ് റേച്ചേ ഓൺ ദ വാൾ വിത്ത് ഗ്രീൻ ബ്ലഡ്. ഈ സമയത്ത് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്ന സമയത്ത് ആ ഭിത്തിയിൽ റേച്ചേ എന്നൊരു വാക്ക് എഴുതിയേക്കുന്നത് കാണുന്നവർ. ആൻഡ് ദ ഇൻസ്പെക്ടർ ലെസ്ട്രേറ്റ് അസ്യൂംസ് ദാറ്റ് ദ കില്ലർ ട്രൈഡ് ടു റൈറ്റ് ഹിസ് നെയിം റേച്ചൽ. ഈ സമയത്ത് നമ്മുടെ പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള ലെസ്ട്രേറ്റ് പറയുന്നു, ആ കില്ലർ റേച്ചൽ എന്നുള്ള പേര് എഴുതാൻ വന്നതാണ്, പക്ഷേ അയാൾക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് റേച്ചൽ എന്ന് മാത്രം എഴുതിയതാണ് എന്ന് പറയുന്നു. ആൻഡ് ദ വിക്ടിംസ് ഹാൻഡ്സ് ആർ ക്ലീൻ, ദാറ്റ് ഈസ് ദ വേർഡ്സ് ആർ റിട്ടൺ ബൈ സംബഡി. ഈ സമയത്ത് നമ്മുടെ ഡിറ്റക്റ്റീവ് ഈ മരിച്ചു കിടക്കുന്ന കൊല്ലപ്പെട്ട ആളുടെ കൈയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കയ്യിലൊന്നും ബ്ലഡ് കാണുന്നില്ല. അപ്പോൾ ഈ വാക്കുകൾ എഴുതിയത് വേറെ ആരോ ആണ് എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ദ വിക്ടിം ഈസ് എ മെമ്പർ ഓഫ് എ റോയൽ ബ്ലഡ് ആൻഡ് ഹിസ് ഫിസിക്കൽ ട്രേറ്റ്സ് ഷോ ദാറ്റ് ഹി ഈസ് ഫ്രം എ ജർമ്മൻ ലോയൽ ഫാമിലി. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ഗ്രീൻ ബ്ലഡാണ് കാണുന്നത്. അദ്ദേഹം ആ ഒരു ബോഡിയുടെ സ്ട്രക്ചറും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കുന്ന സമയത്ത് ജർമ്മൻ റോയൽ ഫാമിലിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കണം. ആൻഡ് ലെസ്ട്രേറ്റ് കൺഫേംസ് ദാറ്റ് ദ വിക്ടിം ഇസ് പ്രിൻസ് ഫ്രാൻസ് ഡ്രാഗോ ഓഫ് ബൊഹീമിയ ഹു വാസ് വിസിറ്റിംഗ് ഇംഗ്ലണ്ട് ആസ് എ ഗസ്റ്റ് ഓഫ് ക്യൂൻ വിക്ടോറിയ. ഇവിടെ ലെസ്ട്രേറ്റ് ഉറപ്പിച്ച് പറയുന്നു, ഇത് ഈ മരിച്ച ആൾ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾ പ്രിൻസ് ഫ്രാൻസ് ഡ്രാഗോ എന്ന് പറയുന്ന ആളാണ്, ബൊഹീമിയക്കാരനാണ്.
ക്വീൻ വിക്ടോറിയയുടെ നീസാണ്, അവരുടെ ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയതാണ്, അപ്പോഴാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നു. ആൻഡ് ദ ഡിറ്റക്റ്റീവ് ഫൈൻഡ്സ് എ സ്മോൾ പോച്ച് ഓഫ് മഡ് ബിഹൈൻഡ് ദ ഡോർ ആൻഡ് സം ആഷസ് നിയർ ദ ഫയർ പ്ലേസ്. ഈ സമയത്ത് നമ്മുടെ ഡിറ്റക്റ്റീവ് കുറച്ച് ചളി അവിടെ കാണുന്നു, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ആഷസും കാണുന്നു. ഫയർ പ്ലേസിനടുത്ത് ചെറിയ കുറച്ച് ആഷസ് കാണുന്നു, അതായത് ആഷ് ട്രേയിൽ നിന്ന് വീണ പോലെയുള്ള കുറച്ച് ആഷ് കാണുന്നു. He takes the pinch of ash and rubs it between his fingers and smells it. അങ്ങനെ ആ കുറച്ച് ആഷസ് അദ്ദേഹം കാണുന്നു, ആ ആഷസ് അദ്ദേഹം എടുത്ത് കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് മണത്ത് നോക്കുന്നു. And he reveals that the word rage is the German word for revenge. എന്നിട്ട് പറയുന്നു ഈ റേച്ച് എന്നുള്ള വാക്ക് ജർമ്മൻ വേർഡാണ്, അതിൻ്റെ അർത്ഥം റിവെഞ്ച് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ലെസ്റ്റേറ്റ് പറഞ്ഞത് റേച്ചൽ എന്ന് എഴുതാൻ വന്നതാണ്, പക്ഷേ റേച്ചൽ എന്നേ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പോലീസ് ഇൻസ്പെക്ടറുടെ കണ്ടുപിടുത്തം. അപ്പോൾ നമ്മളുടെ ഡിറ്റക്റ്റീവ് പറയുന്നു അതങ്ങനെയല്ല, റേച്ചൽ എന്നുള്ള ജർമ്മൻ വേർഡാണ്, റിവെഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നു. ആൻഡ് ക്വീൻ വിക്ടോറിയ സമ്മൺഡ് ദം. ഈ ന്യൂസ് ക്വീൻ വിക്ടോറിയ അറിയുന്നു, അങ്ങനെ അവരെ അവിടെ വിളിപ്പിക്കുന്നു. ആൻഡ് ക്വീൻ വിക്ടോറിയ വാസ് വെരി അപ്സെറ്റ് അബൌട്ട് ദ മർഡർ ഓഫ് ഹിസ് നെവ്യൂ പ്രിൻസ് ഫ്രാൻസ് ഡാഗൺ. ഈ സമയത്ത് ക്വീൻ വിക്ടോറിയ വളരെയധികം അപ്സെറ്റാണ്, കാരണം അവരുടെ അനന്തരവനാണ് കൊല്ലപ്പെട്ടത്. അതിൽ വളരെയധികം വിഷമത്തിലാണ് അവരുള്ളത്. ആൻഡ് ഷീ ആസ്ക്ഡ് ദം ടു ക്ലോസ് ദിസ് കേസ്. അവരോട് പറയുന്നു, ആവശ്യപ്പെടുന്നു, അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നു. ആൻഡ് പ്രിൻസ് ആൽബർട്ട്, ക്വീൻ വിക്ടോറിയാസ് ഹസ്ബൻഡ്, റിവീൽസ് ദാറ്റ് ഹി ഈസ് എ ഗ്രേറ്റ് ഫാൻ ഓഫ് ദ ഡിറ്റക്റ്റീവ് ആൻഡ് റെഡ് ഹിസ് റൈറ്റിംഗ്സ്. ഈ സമയത്ത് ക്വീൻ വിക്ടോറിയയുടെ ഹസ്ബൻഡ് ആൽബർട്ട് പറയുന്നു, ഞാൻ താങ്കളുടെ ഒരു നല്ല ആരാധകനാണ്, ഒരുപാട് താങ്കളുടെ കൃതികൾ വായിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഡിറ്റക്റ്റീവിനോട് പറയുന്നു. ആൻഡ് ദ ക്വീൻ ടെൽസ് ദം ടു ക്ലോസ് ദ മർഡർ കേസ് ആസ് സൂൺ ആസ് പോസിബിൾ. ഈ സമയത്ത് ക്വീൻ വിക്ടോറിയ പറയുന്നു ഈ ഒരു കേസ് എത്രയും വേഗം തന്നെ ക്ലോസ് ചെയ്യണം. ആൻഡ് ദ ഡിറ്റക്റ്റീവ് റിവീൽസ് ദാറ്റ് ദർ ആർ 2 persons engaged in the murder. ഈ സമയത്ത് നമ്മുടെ ഡിറ്റക്റ്റീവ് പറയുന്നു 2 ആളുകളുണ്ട് ഈ കൊലപാതകത്തിൽ പങ്കാളികളായിട്ട്, 2 പേരുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ദ ക്വീൻ touched the shoulder of the narrator and the wounded part seems to be in a brownish color. ഈ സമയത്ത് ക്വീൻ വിക്ടോറിയ നമ്മളുടെ നരേറ്ററുടെ ഷോൾഡറിൽ തൊടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഷോൾഡറിൽ ആഴത്തിൽ മുറിവേറ്റ വ്യക്തിയാണ് അദ്ദേഹം. ആ തൊടലിന് ശേഷം, അതായത് ക്വീൻ വിക്ടോറിയ തൊട്ടതിന് ശേഷം ആ മുറിവ് ഒരു ബ്രൗണിഷ് കളറിൽ കാണപ്പെടുന്നു. അതായത് ഉണങ്ങുന്ന ആ മുറിവ്, ആഴത്തിലുള്ള ആ ഒരു മുറിവ് ഉണങ്ങുന്ന രീതിയിൽ കാണപ്പെടുന്നു. And the detective disguised in many roles and they go to a theatre which is in a rough part of London. ഇനി ഈ ഡിറ്റക്റ്റീവ് പല പല വേഷങ്ങളിലേക്ക് മാറുന്നു. അതായത് ഈ ഒരു കേസ് അന്വേഷിക്കണം, അതിന് അദ്ദേഹം പല പല റോളുകളിലേക്ക് മാറുന്നു. അങ്ങനെ അവർ ഒരു തിയേറ്ററിലേക്ക് പോകുന്നു. ലണ്ടൻ്റെ അടുത്തുള്ള ഒരു തിയേറ്റർ, ആ ഏരിയ കുറച്ച് മോശമാണ്, ആ ഒരു തിയേറ്ററിലേക്ക് പോകുന്നു. And then they go to some unpleasant places like gambling dens and brothels as part of their investigation as the prince visited all these places. പിന്നീട് അവർ പോകുന്നത് ചൂതുകളി സങ്കേതത്തിൽ, ചീട്ട് കളിക്കുന്ന സങ്കേതത്തിൽ പോകുന്നു. അതേപോലെ ബ്രോത്തൽസ്, പ്രോസ്റ്റിറ്റ്യൂട്ട് സെൻറ്റേഴ്സിലേക്ക് പോകുന്നു. കാരണം ഈ പ്രിൻസ്, ഈ രാജകുമാരൻ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലമാറ്റിക് ഏരിയയിലൊക്കെ അദ്ദേഹം പോകുന്നു. ആൻഡ് തിയേറ്റർ വാസ് ദ പ്ലേസ് ഹി വിസിറ്റഡ് ഫ്രീക്വൻ്റ്ലി. ആ ഒരു തിയേറ്ററിലാണ് ഈ രാജകുമാരൻ കൂടുതൽ പ്രാവശ്യം പോയിട്ടുള്ളത്, അതുകൊണ്ട് അവർ വീണ്ടും തിയേറ്ററിൽ പോകുന്നു. ആൻഡ് ദ തിയേറ്റർ പെർഫോമൻസ് കൺസിസ്റ്റ് ഓഫ് 3 ഷോർട്ട് പ്ലേസ്. ഇത് ചോദിക്കാവുന്നതാണ് ആ തിയേറ്ററിൻ്റെ പ്രത്യേകതകൾ. ഇവിടെ ആ തിയേറ്ററിൽ 3 ചെറിയ ചെറിയ നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് എ കോമഡി അബൌട്ട് മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റീസ് വേർ ദ ഹീറോ പ്ലേസ് the role of twins and gets engaged with the same woman. ആദ്യത്തേത് ഒരു കോമഡിയാണ്, മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റിയാണ്. അതിൽ ഹീറോ 2 പേരായിട്ട് അഭിനയിക്കുന്നു, അതായത് 2 റോളിൽ അഭിനയിക്കുന്നു. ആ 2 റോളിൽ അഭിനയിച്ചിട്ട് സെയിം പെൺകുട്ടിയുമായിട്ട് എൻഗേജ് ആകുന്നു. ആ 2 റോളിലും ഒരേ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ആ പെൺകുട്ടിയുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റിയാണ് ആദ്യത്തെ നാടകം. ആൻഡ് ദി സെക്കൻഡ് പ്ലേ ഈസ് എ സാഡ് സ്റ്റോറി about an orphan girl
ഹൂ ഫ്രീസസ് ടു ഡെത്ത് വൈൽ സെല്ലിങ് വയലറ്റ്സ്. രണ്ടാമത്തേത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അനാഥയായ പെൺകുട്ടി, അവൾ വയലറ്റ് ഫ്ലവേഴ്സ് വിൽക്കുന്ന അവസരത്തിൽ മരണത്തിന് കീഴ്പ്പെടുന്ന അല്ലെങ്കിൽ തണുത്തുറഞ്ഞ് മരണത്തിന് കീഴ്പ്പെട്ടു പോകുന്ന ഒരു കഥയാണ് രണ്ടാമത്തെ കഥ. ആൻഡ് ദി തേർഡ് സ്റ്റോറി ഈസ് എ ഹിസ്റ്റോറിക്കൽ പ്ലേ അബൌട്ട് എ വില്ലേജ് ദാറ്റ് സീസ് സ്ട്രേഞ്ച് ഷേപ്സ് റൈസിങ് ഫ്രം ദ സീ. മൂന്നാമത്തേത് ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള കഥയാണ്, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേ ആണ്. അതിൽ അവിടെയുള്ള ഗ്രാമവാസികൾ കടലിൽ നിന്നും വിചിത്ര രൂപങ്ങൾ പൊങ്ങി വരുന്നത് കാണും. അതാണ് മൂന്നാമത്തെ നാടകം. ആൻഡ് ദി വില്ലേജേഴ്സ് ബിലീവ് ദാറ്റ് ദീസ് ഷേപ്സ് ആർ ഓൾഡ് വൺസ്, ഏൻഷ്യൻറ്റ് ബീയിങ്സ് റിട്ടേണിംഗ് ടു ദ വേൾഡ്. ഈ വില്ലേജേഴ്സ് വിശ്വസിക്കുന്നത് ഈ പല പല രൂപങ്ങൾ പണ്ട് നഷ്ടപ്പെട്ടു പോയ രൂപങ്ങളാണ്, അത് ഈ ലോകത്തേക്ക് വരുന്നതാണെന്നാണ് വിശ്വാസം. And the hero of the play welcomes the old ones while others think that they are the monsters, and it ends with the shadow of old ones including Queen Victoria on the stage. ഇതിൽ ഈ ലാസ്റ്റ് നാടകത്തിൽ നായകൻ ഈ രൂപങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതേസമയം മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഇതൊക്കെ മോൺസ്റ്റേഴ്സാണ്, ഭീകരജീവികളാണ്, അതുകൊണ്ട് അവയൊക്കെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ആ കയറി വരുന്ന വിചിത്ര ജീവികളിൽ അവസാനം എത്തുന്നത് ക്വീൻ വിക്ടോറിയയുടെ ഒരു ഷാഡോയാണ്. അങ്ങനെ പല പല രൂപങ്ങൾ അവിടെ വരുന്നു. ആൻഡ് ആഫ്റ്റർ ദ ഷാഡോ ദ ഡിറ്റക്റ്റീവ് മീറ്റ്സ് ദ ആക്ടേഴ്സ് ആസ് ഹെൻറി കാംബർലി, എ തിയേറ്ററിക്കൽ പ്രൊമോട്ടർ ഫ്രം ദ ന്യൂസ് വേൾഡ്, ആൻഡ് ഗീവ്സ് എ ബിസിനസ് കാർഡ് ടു ദ ലീഡ് ക്യാരക്ടർ ഷെറി വോർണറ്റ്. ഈ നാടകം മൂന്നും കണ്ടതിന് ശേഷം നമ്മളുടെ ഡിറ്റക്റ്റീവ് ഹെൻറി കാംബർലി എന്ന ഒരു തിയേറ്റർ പ്രൊമോട്ടർ എന്ന രീതിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം പല പല വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലൊരു വേഷമായിട്ട് ഹെൻറി കാംബർലി എന്ന തിയേറ്റർ പ്രൊമോട്ടർ, തിയേറ്റർ ഉടമ എന്ന രീതിയിൽ അദ്ദേഹം ഈ കഥാപാത്രങ്ങളെ കാണുന്നു. അതിലെ മെയിൻ ക്യാരക്ടർ, ലീഡ് ക്യാരക്ടർ ഷെറി വോൾനറ്റാണ്. ആ ഷെറി വോൾനറ്റിനെ കാണുന്നു, അദ്ദേഹത്തിന് ഒരു ബിസിനസ് കാർഡ് കൊടുക്കുന്നു. And he then pretends to forget his tobacco and borrows some from Werner, which becomes an evidence later. അങ്ങനെ സംസാരത്തിനിടയ്ക്ക് അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ടുബാക്കോ എടുക്കാൻ മറന്നുപോയി എന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ ഷെറി വേർണറ്റിൻ്റെ അടുത്ത് നിന്ന് അല്പം ടുബാക്കോ വാങ്ങുന്നു. അതിൻ്റെ ആഷസ് പിന്നീട് ഒരു എവിഡൻസായി മാറുന്നു. ഈ കൊലപാതകത്തിൻ്റെ തെളിവായിട്ട് ആ ഒരു ആഷസാണ് പിന്നീട് മാറുന്നത്. And the doctor invited them for a tour meeting tomorrow. ഈ സമയത്ത് ഈ രണ്ട് പേര് അതിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ലീഡിങ് ക്യാരക്ടർ ഷെറി വേർണറ്റാണ്, മറ്റൊന്നൊരു ഡോക്ടറാണ്. ഈ ഡോക്ടർ നമ്മളുടെ ഡിറ്റക്റ്റീവിനെയൊക്കെ ക്ഷണിക്കുന്നു, ഡിറ്റക്റ്റീവിനെയും നരേറ്ററെ ക്ഷണിക്കുന്നു. നാളെ നമുക്കൊരു യാത്ര പോകാം, അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സായി മാറുന്നു, ആ ഒരു യാത്രയ്ക്ക് പോകാമെന്ന് അവരെ ക്ഷണിക്കുന്നു. ആൻഡ് ദ ഡിറ്റക്റ്റീവ് ഫൈൻഡ്സ് ദ ടോൾ മാൻ ഇൻവോൾവ് ഇൻ ദ മർഡർ ആസ് മിസ്റ്റർ വേർണറ്റ്, ആൻഡ് ദ പ്ലേ റൈറ്റ് ഈസ് ദി ലിംബിംഗ് ഡോക്ടർ. ഇവിടെ രണ്ട് കഥാപാത്രങ്ങളുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. ഒന്നൊരു ലിംബിംഗ് ഡോക്ടറാണ്, മുടന്തുള്ള ഒരു ഡോക്ടറാണ്. മറ്റൊന്ന് നല്ല ഹൈറ്റുള്ള ഒരു ടോൾ മാനാണ്, നല്ല നീളമുള്ള ഒരു മനുഷ്യൻ. അതിൽ ആ നീളമുള്ള മനുഷ്യൻ മിസ്റ്റർ വേർണറ്റാണ്, ഷെറി വേർണറ്റാണ്. ഇവിടെ ആ പ്ലേ റൈറ്റാണ് ആ ലിംബിംഗ് ഡോക്ടർ. ആൻഡ് ടുബാക്കോ മാച്ചസ് വിത്ത് ദ ആഷസ് ഫ്രം ദ ഫയർ പ്ലേസ്. ഇവിടെ നമ്മളുടെ ഷെറി വേർണറ്റിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ ആ ടുബാക്കോയുടെ ആഷസും ഫയർ പ്ലേസിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന ആഷസും തമ്മിൽ മാച്ച് ചെയ്യുന്നു. ആൻഡ് ദ മർഡറേഴ്സ് ആർ ദി റെസ്റ്റോറേഷണലിസ്റ്റ് ഹു വാണ്ടഡ് ടു ഓവർത്രോ ദ റൂൾ ഓഫ് ഓൾഡ് വൺസ്, ദാറ്റ് ഈസ് റോയൽ കിങ്സ് ആൻഡ് ക്വീൻസ്. ഇവിടെ കൊലപാതകികൾ അല്ലെങ്കിൽ മർഡറേഴ്സ് അവർ റെസ്റ്റോറേഷണലിസ്റ്റുകളാണ്. അതായത് പണ്ട് കാലത്തെ രാജകീയ ഭരണം അല്ലെങ്കിൽ രാജാവ് റാണി ആ ഒരു കോൺസെപ്റ്റിനെ കച്ചുടയ്ക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളാണ്. ആ കൊലപാതകികളിൽ രണ്ട് പേർ, ഒന്ന് ഷെറി വേർണറ്റാണ്, അദ്ദേഹം ടോൾ മാനാണ്. മറ്റേ ആൾ ഒരു ലിംബിംഗ് ഡോക്ടറാണ്. ആ ഡോക്ടറാണ് എന്ന് പറയാൻ കാരണം ഹീ കട്ട്സ് ദ ബോഡി പെർഫെക്റ്റ്ലി, വളരെ കൃത്യമായിട്ട് അളന്നു മുറിച്ചെന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലാണ് വളരെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് ആ ബോഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഡോക്ടറാണ് അയാളെന്ന് പറയാൻ കാരണം. ആൻഡ് എ സ്ട്രീറ്റ് ബോയ് നെയ്മഡ് വിഗിൻസ് അറൈവ്സ് ദെയർ വിത്ത് എ നോട്ട്, ആൻഡ് ദ നോട്ട് ഈസ് ഫ്രം വേർണർ ഹൂ അഡ്മിറ്റ്സ് ദാറ്റ് ഹീ കിൽഡ് ദ പ്രിൻസ് ബൈ ഓഫറിങ് എ ഗോൾഡ്. അങ്ങനെ
അവർ ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ കുട്ടി വരുന്നു. ഒരു ലെറ്ററുണ്ട്, ഒരു കടലാസ് കഷ്ണമുണ്ട് അവൻ്റെ കയ്യിൽ. വിഗിൻസ് എന്നാണ് അവൻ്റെ പേര്. അവൻ ആ കത്ത് നമ്മളുടെ ഡിറ്റക്റ്റീവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അത് ഷെറി വേർണറ്റ് കൊടുത്തയച്ചതാണ്. ആ കത്തിൽ ഷെറി വേർണറ്റ് പറയുന്നു, ഹീ കിൽഡ് ദ പ്രിൻസ്, ആ രാജകുമാരനെ കൊന്നത് അവൻ തന്നെയാണ്, ബൈ ഓഫറിങ് എ ഗേൾ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസ്റ്റിറ്റ്യൂട്ട് സെൻറ്റേഴ്സ്, ബ്രോത്തൽസിലൊക്കെ പോയ ഒരു വ്യക്തിയാണ്. അത്രത്തോളം ബാഡ് ക്യാരക്ടറാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയെ ഓഫർ ചെയ്തിട്ട് ഇവനെ വിളിച്ച് വരുത്തിയിട്ടാണ് കൊന്നത് എന്ന് പറയുന്നു. ആൻഡ് ഹീ ആൻഡ് ദ ഡോക്ടർ ഓൾറെഡി ലെഫ്റ്റ് ദ പ്ലേസ് ആസ് ദേ നോ ഹിസ് ഐഡൻറ്റിറ്റി. ആ കത്തിൽ പറയുന്നു, താങ്കൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം വിട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഹി സൈൻഡ് ഇറ്റ് ആസ് എ റെയ്ച്ചെ, വിച്ച് മീൻസ് റിവെഞ്ച് ഇൻ ജർമ്മൻ. ഇനി ആ നോട്ട്, ഈ കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ആ കത്തിൽ അവസാനം റെയ്ച്ചെ എന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, റിവെഞ്ച് എന്നാണ് ജർമ്മൻ ഭാഷയിൽ. ആൻഡ് വേർണർ അപ്രീഷിയേറ്റ്സ് ദ ഡോക്ടർ ആസ് എ സ്ട്രോങ് ഒപ്പോണൻറ്റ്. അതിൽ ഷെറി വേർണറ്റ് നമ്മളുടെ ഡിറ്റക്റ്റീവിനെ ഒരു നല്ല ശത്രുവാണ്, നല്ല ഒരു ഒപ്പോണൻ്റാണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ ഡിറ്റക്റ്റീവ് kept all his documents in a strong room, thinking that it should not be opened until long after everyone alive today is dead. നമ്മളുടെ ഡിറ്റക്റ്റീവ് ഈ കണ്ടുപിടിച്ച കാര്യങ്ങൾ, അതിൻ്റെ രേഖകളൊക്കെ അദ്ദേഹം ഒരു സ്ട്രോങ് റൂമിൽ വെച്ച് കൂട്ടുന്നു. കാരണം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ മരിച്ചതിന് ശേഷം മാത്രമേ ഇത് പുറത്തെടുക്കാൻ പാടുള്ളൂ. കാരണം ഈ രഹസ്യങ്ങളൊന്നും മറ്റുള്ളവരറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു റെസ്റ്റോറേഷൻ ടീമുണ്ട് എന്നുള്ള കാര്യം പോലും മറ്റുള്ളവരറിയാൻ പാടില്ല. അതുകൊണ്ട് ഡിറ്റക്റ്റീവ് ഈ രേഖകളൊക്കെ ഒരു സ്ട്രോങ് റൂമിൽ വെച്ച് കൂട്ടുന്നു. ആൻഡ് ദ കേസ് റിമെയിൻസ് അൺസോൾവ്ഡ് ആൻഡ് വേർണറ്റ് ആൻഡ് ദി ലിവിംഗ് ഡോക്ടർ ആർ സ്റ്റിൽ ഫ്രീ. അങ്ങനെ ആ കേസ് അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഇപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ, കാരണം ആരാണ് കൊലപാതകിയെന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അവസാനിക്കുന്നു. അതേപോലെ തന്നെ ലിവിംഗ് ഡോക്ടറും നമ്മളുടെ വേർണറ്റും, ഷെറി വേർണറ്റും സ്വതന്ത്രരായിട്ടുണ്ട്. ആൻഡ് ദ നരേറ്റർ ഡൗട്ട്സ് ദ ലിവിംഗ് ഡോക്ടർ മേ ബി ഇൻ അഫ്ഗാനിസ്ഥാൻ. ഈ സമയത്ത് നമ്മുടെ നരേറ്റർ ചിന്തിക്കുന്നു, നമ്മളുടെ ഈ ലിവിംഗ് ഡോക്ടർ ഒരു പക്ഷേ അഫ്ഗാനിസ്ഥാനിലുണ്ടാവാം. കാരണം അവിടുന്ന് ഇദ്ദേഹത്തിന് ഷോൾഡറിൽ മുറിവ് പറ്റുന്നത് ഒരു പക്ഷേ ഈ ഒരു ഡോക്ടറിൽ നിന്നാകാം എന്നൊക്കെയുള്ള ഊഹാപോഹം നമ്മുടെ നരേറ്റർ നടത്തും. ഇതാണ് ഈ കഥ. ഇതിൽ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. ഇതിലെ ആ ഒരു ഡിറ്റക്റ്റീവ് എലമെൻറ്റ്സ് എന്താണെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ സ്റ്റഡി ഇൻ എമറാൾഡ് എന്നുള്ള ടൈറ്റിൽ, ഇത് ഷെർലക് ഹോംസിൻ്റെ ആ ഒരു സ്റ്റോറിയിൽ നിന്ന് എടുത്തതാണ്. സ്റ്റഡി ഇൻ എമറാൾഡ് എന്നുള്ള ആ വാക്കുകൾ, ആ ഒരു സെൻറ്റൻസ്. അപ്പോൾ ഈ ഒരു കഥ ചോദിക്കാവുന്നത്, ഇതിനകത്ത് മെയിൻ പോയിൻറ്റ്സ്, ഡിറ്റക്റ്റീവ് എലമെൻറ്റ്സ് ഇൻ ദ സ്റ്റോറി, ഇതാണ് ഇതിനകത്ത് മെയിൻ എലമെൻറ്റ്സ്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.